ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ടീഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വൻപയറും മത്തനും വെച്ചിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് വൻപയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു ഒരു 2 മണിക്കൂർ നേരം. ഒരു ചെറിയ കഷ്ണം മത്തൻ, ഏകദേശം ഒരു 250 ഗ്രാം മത്തൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മത്തൻ എന്ന് പറഞ്ഞാൽ യെല്ലോ പംകിൻ. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഈ ഒരു ചതുര കഷ്ണത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പയർ വേവിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ കുക്കറിലാണ് പയർ വേവിച്ചെടുക്കുന്നത്. അപ്പം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പയർ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. വേവിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം ഇവിടെ 7 വിസിലോളം വന്നിട്ടുണ്ട്. സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മത്തൻ്റെ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറവാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും കുക്കർ അടച്ചതിന് ശേഷം ഒരു 2 വിസിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കറിയിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് വലിയ ജീരകം. ആ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ സാധാരണ ജീരകം, നല്ല ജീരകം കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ സ്റ്റീമെല്ലാം പോയിട്ട് ഞാൻ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം പയറും മത്തനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ കത്തിച്ച ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിലുള്ള വൻപയർ മത്തൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ എരിശ്ശേരി അല്ല, അത് സാധാരണ ഒരു ഒഴിച്ചു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.